ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ പല ആൾക്കാർക്കും ഉപകാരപ്പെട്ടെന്ന് തോന്നി. ഒരുപാട് കമൻസും ഒരുപാട് ലൈക്സും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതും അതുപോലെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പം താല്പര്യമുള്ള ആൾക്കാർ ഉറപ്പായിട്ടും കണ്ടു നോക്കുക. പിന്നെ ഒരു കാര്യം, ഞാൻ തിങ്കളാഴ്ച തന്നെ വീഡിയോ ഇടാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ്. പക്ഷേ എൻ്റെ റെക്കോർഡിംഗ് മൈക്ക് അടിച്ചു പോയതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അത് നന്നാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു 2 ദിവസം കൊണ്ട് ശരിയാകുമായിരിക്കും. അതുവരെ ഈ ഒരു മൈക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിന് ഓഡിയോ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരിക്കും, എന്നാലും പറയുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ അടിപൊളി ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം. ട്രേഡിങ്ങിൽ മിസ്റ്റേക്സ് വരുമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ട്രേഡിങ്ങിൽ നിങ്ങളുടെ മിസ്റ്റേക്സ് റെഡിയാക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റുകളാകുന്നല്ലേ പല ആൾക്കാരും പറയുന്നത്. ഞാൻ ഉൾപ്പെടെ പറഞ്ഞതാണ്. പക്ഷേ ട്രേഡിങ്ങിൽ 2 തരത്തിലുള്ള മിസ്റ്റേക്സ് ഉണ്ട്. ആ 2 തരത്തിലുള്ള മിസ്റ്റേക്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് റെക്ടിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ 2 തരത്തിലുള്ള മിസ്റ്റേക്സ് വേറൊന്നുമല്ല. ഒന്ന് ടെക്നിക്കലായുള്ള മിസ്റ്റേക്ക്, രണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് സൈക്കോളജിക്കൽ മിസ്റ്റേക്സ്. പല ആൾക്കാരും ട്രേഡിങ്ങിൽ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ എപ്പോഴും ടെക്നിക്കൽ ലെവലാണ് അത് കറക്റ്റ് ചെയ്യാൻ നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുത്ത് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ക്വാണ്ടിറ്റി കുറയ്ക്കുന്നു. അതാണ് ടെക്നിക്കൽ സൈഡിൽ ഒരു കറക്ഷൻ. നിങ്ങൾക്ക് ഈസി ആയിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് കറക്ഷൻ ചെയ്യാൻ പറ്റും. പക്ഷേ സൈക്കോളജിക്കൽ കറക്ഷൻ്റെ പ്രശ്നം അതല്ല. സൈക്കോളജിക്കൽ കറക്ഷൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി അത് രജിസ്റ്റർ ആയി ആ സംഭവം. നിങ്ങൾക്ക് ഒറ്റ സെക്കൻഡ് ഒരിക്കലും ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് നിങ്ങൾ കുറേ നാളായിട്ട് കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു ഹാബിറ്റായിട്ട് നിങ്ങൾക്ക് മാറിയിട്ടുണ്ടായി. ഇപ്പോൾ സ്മോക്ക് ചെയ്യുന്ന അയാൾ സ്മോക്ക് ചെയ്യുന്ന ഒരു ടെൻഡൻസി ആയി മാറി 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 കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ഒറ്റ സുപ്രഭാതം കൊണ്ട് അയാൾക്ക് സ്മോക്കിംഗ് നിർത്താൻ പറ്റത്തില്ല. സ്മോക്കിംഗ് പെട്ടെന്ന് ക്വിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അയാളുടെ ബോഡി കുറേ സിംറ്റംസ് കാണിക്കുന്നതാണ്. സൈക്കോളജിക്കലി നിങ്ങളുടെ മനസ്സോട്ട് അത് ഫീഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എത്ര നാൾ നിങ്ങളത് ചെയ്തോ അത്രയും തന്നെ നിങ്ങൾ എഫേർട്ട് എടുത്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അതിനകത്തൊന്നും മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. പല ആൾക്കാരും മിസ്റ്റേക്സ് ഒക്കെ കറക്റ്റ് ചെയ്ത് നല്ലൊരു ട്രിഗറാകാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ടെക്നിക്കൽ ലെവലിൽ അത് ഈസി ആയിട്ട് അവർ കറക്റ്റ് ചെയ്യും. പക്ഷേ സൈക്കോളജിക്കൽ ലെവലിൽ പല ആൾക്കാർക്കും അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പല ആൾക്കാർക്കും പ്രോഫിറ്റുകളാകാൻ പറ്റത്. അപ്പോൾ തുടക്കം തൊട്ട് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് ട്രേഡ് ചെയ്യണമെന്ന് പറഞ്ഞ കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 2 കൊല്ലം ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ആ ഡിസിപ്ലിൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും. പക്ഷേ നിങ്ങൾ റാൻഡമായിട്ടാണ് ട്രേഡ് ചെയ്ത് കുറേ ഹാബിറ്റ്സ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ഡെയിലി ട്രേഡ് എടുക്കണം, ഡെയിലി ട്രേഡ് എടുത്തില്ലേ പല ആൾക്കാർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു കാപ്പി കുടിക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ ബുദ്ധിമുട്ടാണ് പല ആൾക്കാർക്കും ഡെയിലി ട്രേഡ് എടുത്തില്ലെങ്കിൽ. അപ്പോൾ അതൊരു റോങ് ആയിട്ടുള്ള ഹാബിറ്റായിട്ട് മാറും. അപ്പോൾ ആ റോങ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ട്രേഡ് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും പല ആൾക്കാർക്കും അന്ന് ട്രേഡ് ചെയ്തില്ല ഒരു സമാധാനമില്ല. അപ്പോൾ ഇത് പല ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് ഉൾപ്പെടെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ട് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. ഇന്ന് ട്രേഡ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കൈയും കാലും പറയും, നിങ്ങൾക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇന്ന് ട്രേഡ് ചെയ്ത് ലോസ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, സമാധാനമായി, ഇന്ന് ട്രേഡ് ചെയ്തല്ലോ അത് മതി. അങ്ങനെ പല ആൾക്കാർക്കും തോന്നുന്നുണ്ട്. അപ്പോൾ അതൊരു സൈക്കോളജിക്കലി പ്രശ്നമാണ്. മാർക്കറ്റ് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും നമുക്ക് ട്രേഡ് എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. അതാണ് പല ആൾക്കാരുടെയും പ്രശ്നം. അപ്പോൾ അതൊക്കെ ഒരു സൈക്കോളജിക്കൽ പ്രശ്നമാണ്. പല ആൾക്കാരും അതൊരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണെന്ന് മനസ്സിലാക്കുന്ന പോലുമില്ല. ഇതുപോലെ നമ്മൾ മനസ്സിലാക്കാതെ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ ട്രേഡിംഗ് കരിയറിൽ കിടപ്പുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ ക്ലീൻ ആയിട്ട് കാര്യങ്ങളെ കാണാൻ പറ്റും. അതായത് നമ്മൾ പല കാര്യങ്ങളും ലേൺ ചെയ്തു. ഇതൊരു അൺലേണിംഗ് പ്രോസസ് ആണ്. നമ്മൾ പല കാര്യങ്ങളും ലേൺ ചെയ്യുന്ന കൂടെ തന്നെ നമ്മൾ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ട്രേഡിങ്ങിൽ. ഈ ഒരു സെഗ്മെൻറ്റ്, അതായത് ട്രേഡിംഗ് കറക്ഷൻ സമയത്ത് ഒരുപാട് സാധനങ്ങൾ നമ്മൾ അൺലൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് പല ഹാബിറ്റുകളും ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പുഷ് ചെയ്യുക. പല കാര്യങ്ങളും ചെയ്യാൻ തോന്നുമ്പോൾ നമ്മൾ ചെയ്യാതിരിക്കുക. എന്നാൽ മാത്രമേ ഉള്ളൂ ഇതിനകത്തൊരു പ്രോഗ്രസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലോട്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റ് കൺവേർട്ടായി നിങ്ങളൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച പല കാര്യങ്ങളും മാറ്റി നിർത്തി കൃത്യമായിട്ട് ആ ഒരു മാറ്റങ്ങൾ വരുത്തേണ്ട സ്ഥലത്ത് നിങ്ങൾ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റത്തുള്ളൂ. പിന്നെ വേറൊരു സൈക്കോളജിക്കൽ പ്രശ്നം ഞാൻ പറയാം. അതായത് പല ആൾക്കാർക്കും ഉള്ളതാണിത്. നിങ്ങളിപ്പോൾ സ്റ്റോക്സിലൊക്കെ ട്രേഡ് ചെയ്ത് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി കുറച്ച് ലോസൊക്കെ ഉണ്ടാക്കി നിൽക്കുന്ന ഒരാളായിരിക്കും. അതിനുശേഷമായി നിങ്ങൾ ഓപ്ഷൻസിലോട്ട് വരുന്നത്. ഓപ്ഷൻസ് വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും വളരെ ക്വിക്കായിട്ട് നിങ്ങൾ പ്രോഫിറ്റ് കണ്ടപ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സ് ഭയങ്കരമായിട്ട് ഫാസിനേറ്റഡ് ആയി. അവിടെ ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും വിതിൻ സെക്കൻഡ്സ് നടക്കുമല്ലോ. കുറേ നാൾ, ഒരു വർഷത്തേക്ക് അടുപ്പിച്ച് നിങ്ങൾ ഓപ്ഷൻസ് ട്രേഡ് ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ആ ഒരു ട്രേഡിംഗ് ഹാബിറ്റ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് നിങ്ങൾക്ക് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് പൈസ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹൈ കിട്ടും. അപ്പോൾ അത് നിങ്ങൾ സ്റ്റോക്സ് ചെയ്യുമ്പോൾ അത് കിട്ടത്തില്ല. അതായത് നിങ്ങൾ ഓപ്ഷൻ ബൈയിങ് വളരെയധികം ഇഷ്ടപ്പെട്ട് തുടങ്ങും. ഓപ്ഷൻ ബൈയിങ് നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ട് തുടങ്ങിയാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് സ്റ്റോക്സ് ട്രേഡ് ചെയ്ത ആ ഒരു സന്തോഷം കിട്ടത്തില്ല. അതാണ് വേറൊരു കാര്യം. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് അനുഭവം ഉണ്ടെങ്കിൽ പറയുക. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള സംഭവമാണ്. മാത്രമല്ല ഞാൻ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പല ആൾക്കാരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഓപ്ഷൻസ് ചെയ്യാൻ തുടങ്ങിയ ശേഷം ഒരുപാട് ലോസ് ഉണ്ടെങ്കിൽ പോലും പിന്നീട് സ്റ്റോക്സിലോട്ട് പോകാൻ പല ആൾക്കാരും തോന്നുന്നില്ല. പിന്നെ അത് ഒരിക്കലും ഓപ്ഷൻസ് പ്രാക്ടിക്കലി നടക്കത്തില്ലെന്നുള്ള അവസരം വന്നതിന് ശേഷമാണ് പല ആൾക്കാരും വീണ്ടും സ്റ്റോക്സിലോട്ട് പോകാൻ തുടങ്ങിയത്. നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതൊരു പ്രശ്നമാണ്. അതായത് നമ്മുടെ ഉദ്ദേശം ഓപ്ഷൻസ് ട്രേഡ് ചെയ്താലും സ്റ്റോക്സ് ട്രേഡ് ചെയ്താലും പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷേ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്ന ഒരു ഹൈ കിട്ടിക്കഴിഞ്ഞാൽ പല ആൾക്കാർക്കും വീണ്ടും സ്റ്റോക്സിലോട്ട് പോകാൻ പറ്റാതെ വരും. അതൊരു പ്രശ്നമാണ്. ആ പ്രശ്നം നിങ്ങൾ റെക്ടിഫൈ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ പൈസ പോകാൻ സാധ്യത വളരെ കൂടുതൽ. അതായത് ചെയ്യുന്നത് ഓപ്ഷൻസിലാണല്ലോ, ലോസുകൾ വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ ലോട്ട് സൈസൊക്കെ കുറച്ച് മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും എന്നാലും മിനിമം ഒരു 2000 രൂപ 3000 രൂപ ഒരു സ്റ്റോപ്പ് ലോസിലൊക്കെ പോകാനുള്ള കെൽപ്പ് ഇപ്പോഴും ഉണ്ട് മാർക്കറ്റിന്. ഇപ്പോഴത്തെ മാർക്കറ്റ് വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള മാർക്കറ്റും കൂടാണ്. എങ്ങോട്ടെടുത്താലും സ്റ്റോപ്പ് ലോസ് ആയിരിക്കും കൂടുതലും ഓപ്ഷൻസിനകത്ത്.
അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അത് ഉറപ്പായിട്ടും മാറ്റിയെടുക്കേണ്ട ഒരു പ്രവണത തന്നെയാണ്. പിന്നെ പല ആൾക്കാർക്കുള്ള ഒരു സൈക്കോളജിക്കൽ പ്രശ്നം വെച്ചാൽ ഒരുപാട് ക്വാണ്ടിറ്റി എടുത്ത് ട്രേഡ് ചെയ്തിട്ടുണ്ടായി. അതായത് ഹ്യൂജ് ക്വാണ്ടിറ്റി എടുത്ത് ട്രേഡ് ചെയ്ത്. ഇപ്പോൾ നിങ്ങളൊരു 500 ക്വാണ്ടിറ്റി അല്ലെങ്കിൽ 1000 ക്വാണ്ടിറ്റി എടുത്ത് ട്രേഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു 100 ക്വാണ്ടിറ്റിയിലോ 50 ക്വാണ്ടിറ്റിയോ ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇതൊരു പ്രശ്നമാണ്. നിങ്ങൾ ഹ്യൂജ് ക്വാണ്ടിറ്റി നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കൂടുതൽ ലോസ് വന്നുകൊണ്ടായിരിക്കും നിങ്ങൾ സ്വാഭാവികമായിട്ടും ക്വാണ്ടിറ്റി കുറച്ചത്. പക്ഷേ ക്വാണ്ടിറ്റി കുറച്ചിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു ഹൈ കിട്ടത്തില്ല. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? നിങ്ങൾ ചെയ്ത് ശീലിച്ച കുറച്ച് ഹാബിറ്റ് ഉണ്ട്. ആ ഹാബിറ്റ് നിങ്ങളെ എന്തുമാത്രം പ്രശ്നങ്ങളിലോട്ട് എത്തിക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മൾ ട്രേഡിംഗ് പഠിച്ചു, പക്ഷേ ട്രേഡിങ്ങിൻ്റെ കൂടെ കുറച്ച് റോങ് ആയിട്ടുള്ള ഹാബിറ്റ്സും പഠിച്ചു. ആ ഹാബിറ്റ്സ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വലിയ പാടായിരിക്കും. ആ ഹാബിറ്റ്സ് പിന്നെ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. അതായത് നിങ്ങളിപ്പം ആലോചിക്കുക, ഡെയിലി 500 അല്ല 1000 ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ എമൗണ്ട് വളരെ കൂടുതലായിരിക്കും, ലോസും കൂടുതലായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് അവിടെ ഒരു ഹൈ കിട്ടുന്നുണ്ട്. പക്ഷേ 100 ക്വാണ്ടിറ്റിയിൽ 50 ക്വാണ്ടിറ്റി നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത്രയും വലിയ സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. നിങ്ങളിപ്പോൾ ഒരു 15,000 20,000 രൂപ പ്രോഫിറ്റ് എടുത്തിട്ട് ഒരാൾ ചിലപ്പോൾ 2,000 രൂപ 3,000 രൂപ കാണുമ്പോൾ നിങ്ങൾക്ക് അവിടെ മനസ്സിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പ്രോഫിറ്റബിൾ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് മനസ്സിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് വരും. അതൊക്കെ ഒരു പ്രശ്നമാണ്. ഇത് പല ആൾക്കാരും മനസ്സിലാക്കാത്തൊരു പ്രശ്നമാണ്. അപ്പം വീണ്ടും വീണ്ടും ആ 500 അല്ലെങ്കിൽ 1000 ക്വാണ്ടിറ്റിയിൽ പ്രോഫിറ്റ് ആകാൻ വേണ്ടി വീണ്ടും ശ്രമിക്കുമ്പോഴത്തേക്കും ദിവസങ്ങളോ അല്ലെങ്കിൽ മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ കഴിയുമ്പോഴത്തേക്കും ലോസിൻ്റെ എമൗണ്ട് കൂടിക്കൂടി വരുന്നല്ല, പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഉണ്ടാകത്തില്ല. പക്ഷേ അവിടെ കൃത്യമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി ക്വാണ്ടിറ്റി കുറയ്ക്കേണ്ട സ്ഥലങ്ങളിൽ കുറച്ചിട്ട് അതിനകത്തൊരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തണം. അത് മനസ്സിനെ പറഞ്ഞ് ബോധിപ്പിക്കുക തന്നെ ചെയ്യണം. ഞാനിങ്ങനെ ചെയ്യുന്നുള്ളൂ, ഇതാണ് എൻ്റെ ട്രാക്ക്, ഇങ്ങനെ ചെയ്താൽ മാത്രമേ എനിക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്ന് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം. അതൊരു മെനക്കെട്ട പരിപാടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ടെക്നിക്കലായിട്ടുള്ളതും സൈക്കോളജിക്കൽ ആയിട്ടുള്ള കറക്ഷൻസ്. അതായത് ടെക്നിക്കൽ കറക്ഷൻസ് നിങ്ങൾ നാളെ ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ സൈക്കോളജിക്കൽ കറക്ഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വർഷങ്ങളെടുക്കും. അതാണ് അതിൻ്റെ പ്രശ്നം. റോങ് ആയിട്ടുള്ള ട്രാക്കിലാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിനേക്കാൾ വലിയ ടാസ്ക്കാണ്. ഇത് 1-2 വർഷം ട്രേഡ് ചെയ്ത ആൾക്കാർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള ആൾക്കാർ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം. അതായത് തുടക്കക്കാർക്ക് അത് ഉപകാരപ്പെടും. ട്രേഡിംഗ് കരിയർ തുടങ്ങുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് വളരെ ഡിസിപ്ലിൻ ആയിട്ട് ട്രേഡ് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണിത്. കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പല കാര്യങ്ങളും ഓൺലൈൻ ചെയ്തിട്ട് വീണ്ടും തുടങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ട്രേഡിംഗ് തുടങ്ങുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ റാണ്ടമായിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യാതെ ഒന്ന് സിസ്റ്റമാറ്റിക് ആകുക, ഒന്ന് ഡിസിപ്ലിൻ ആയിട്ട് ട്രേഡ് എടുക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രോഫിറ്റ് ആകാൻ പറ്റും. അപ്പോൾ തുടക്കം മുതലേ നിങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഹാബിറ്റ്സ് ആണ് നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ നല്ല ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക, അല്ലെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക. അല്ലാതെ റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ റിവെഞ്ച് ട്രേഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈക്കോളജിക്കലി കറക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് ചിലപ്പോൾ ഒക്കെ പോയേക്കാം. അതുകൊണ്ട് തുടക്കക്കാർ ഉറപ്പായിട്ടും ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ അവസരം എത്തുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഇത് കറക്റ്റ് ചെയ്യാൻ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. എക്സ്പീരിയൻസിന് ആൾക്കാർ ഇഷ്ടം പോലെ യൂട്യൂബിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ അവസ്ഥ എത്തിയിട്ട് കറക്റ്റ് ചെയ്യാൻ നിൽക്കില്ലേ, അത് അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ എത്താൻ സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ കണ്ടിട്ട് നേരത്തെ തന്നെ അതിൻ്റെ പ്രിക്കോഷൻസ് എടുക്കുക. അതായത് ട്രേഡിംഗ് എല്ലാം അങ്ങനെ ആണല്ലോ, നമ്മൾ നേരത്തെ തന്നെ കാൽക്കുലേറ്റഡ് റിസ്ക്കും പ്രിക്കോഷൻസും ഒക്കെ എടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ട്രേഡിംഗ് എന്ന് പറഞ്ഞ കരിയർ സ്യൂട്ട് ആകുള്ളൂ. ഇനിയിപ്പം വർഷങ്ങൾ കഴിഞ്ഞ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് എഫോർട്ട് ഇട്ട് നമ്മുടെ മൈൻഡിൽ നിന്ന് പിടിച്ച് നിർത്തുക, കുറച്ച് സ്ട്രിക്റ്റ് റൂൾസ് കൊണ്ടുവന്ന് അതിനകത്ത് എങ്ങനെയൊക്കെ സ്റ്റിക്ക് ഓൺ ആക്കി നിർത്തുക. ഉറപ്പായിട്ടും പ്രോഫിറ്റ് ആകാൻ പറ്റും. നമുക്ക് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കാനൊക്കെ പറ്റും. അല്ല പിന്നെ നമ്മളായിട്ടുണ്ട് കാര്യം എന്ത്? ആ ഒരു ആംഗിളിൽ കാര്യങ്ങളെ കാണാം. ഇനിയിപ്പോൾ 1-2 വർഷമൊക്കെ ട്രേഡ് ചെയ്ത ആൾക്കാർ എക്സ്പോസ്ഡ് ആയി ഒരുപാട് ലോസ് റിക്കവർ ചെയ്യാൻ പറ്റാത്ത ലോസിലോട്ടൊക്കെ എത്തിയ ആൾക്കാർക്ക് ടിപ്പ് പറയാം. നിങ്ങളൊന്നും ആലോചിക്കണ്ട, ലോങ് ടൈമിലായിട്ട് കുറച്ച് സ്റ്റോക്ക് മേടിച്ചിടുക, ഒരു കുഴപ്പമില്ല. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ നഷ്ടപ്പെട്ട പൈസയെ ഓർത്ത് അത്രയും വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ നഷ്ടപ്പെട്ട പൈസ ഫുള്ള് തിരിച്ച് കിട്ടും. അപ്പോൾ അതാണ് അതിന് ആകെയുള്ള സൊല്യൂഷൻ. അപ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും ട്രേഡ് ചെയ്ത് ആ പൈസ കളയാതെ നിങ്ങൾ ഉറപ്പായിട്ടും ലോങ് ടൈമിലേക്ക് സ്റ്റോക്ക് മേടിച്ചിടുക. വർഷങ്ങൾ ഇങ്ങനെ ചുമ്മാ പൊക്കോളും, ഒരു കുഴപ്പമില്ല. ഒരു 10 കൊല്ലം കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ആ കംപ്ലീറ്റ് ലോസ് ഒക്കെ റിക്കവർ ആയിട്ട് പോയ പൈസയെല്ലാം കിട്ടി പോർട്ട്ഫോളിയോ നല്ലൊരു ഗ്രീനിൽ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും ഓക്കെ ആയിക്കോളും നിങ്ങളുടെ മൈൻഡ് സെറ്റൊക്കെ. അതുകൊണ്ട് ഒരുപാട് നഷ്ടം വന്ന ആൾക്കാർക്കും ഈസി ആയിട്ട് റിക്കവറി എടുക്കാൻ പറ്റും. ട്രേഡിങ് തന്നെ പിടിക്കണമെന്നില്ല, ലോങ് ടൈം ആയിട്ടും നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും എല്ലാവരും ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം. ഷോർട്ട് ടൈമിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ലോസൊക്കെ വരാം, പക്ഷേ ലോങ് ടൈമിലുള്ള ഒരു പ്രോഫിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഷോർട്ട് ടൈമിലുള്ള എല്ലാ ലോസുകളും കവർ ചെയ്ത് നിങ്ങൾ പ്രോഫിറ്റിൽ എത്തിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. പിന്നെ മാത്രമല്ല മാർക്കറ്റിൽ ഉണ്ടായ ചെറിയ ചെറിയ ഫ്ലക്ച്വേഷൻസ് ഒന്നും ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും അഫക്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു മനോഹാരിത കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. മാത്രമല്ല നിങ്ങൾ ലോങ് ടൈം ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് ടൈമിൽ എന്ത് വേണമെങ്കിലും കളിക്കാം, ഒരു കുഴപ്പമില്ല. ഷോർട്ട് ടൈമിൽ വലിയൊരു ലോസ് ഉണ്ടായാൽ പോലും ലോങ് ടൈമിൽ അത് ഈസിയായിട്ട് റിക്കവർ ആയി പൊക്കോളും. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആകാൻ പറ്റും, ഒരു കുഴപ്പമില്ല. ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്.